ഗസ്റ്റ് ഹൗസിലെ മാനേജർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കെല്ലാം മർദ്ദനമേൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വീണ്ടും PS ബിജിത്തിലേക്ക്. ബിജിത്ത്, എന്തൊക്കെയാണ് സംഭവിച്ചത്? ചുരുക്കി വിവരിക്കാം. അമൽ, 2006 മുതൽ സഹപ്രവർത്തകർ തന്നെ പീഡിപ്പിക്കുന്നതായി കാണിച്ച് ഗസ്റ്റ് ഹൗസിലെ ജീവനക്കാരെ ഏപ്രിൽ 27-ന് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് വകുപ്പ് തല അന്വേഷണവും നടന്നു വരികയാണ്. ഈ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ദളിത് മഹിളാ ഫെഡറേഷന്റെ പ്രവർത്തകർ ഇന്ന് ഗസ്റ്റ് ഹൗസിലെത്തിയത്. ഗസ്റ്റ് ഹൗസിലെത്തിയ 8ഓളം വരുന്ന പ്രവർത്തകർ ഗസ്റ്റ് ഹൗസ് മാനേജറുമായി സംസാരിക്കുകയായിരുന്നു. ഈ സംസാരത്തിൽ പ്രകോപനപരമായി അങ്ങോട്ട് പരസ്പരം സംസാരിക്കുന്നതിനിടയിൽ ജീവനക്കാരും ഉണ്ടായിരുന്നു. ഉടൻ തന്നെ പ്രവർത്തകർ ഗസ്റ്റ് ഹൗസ് മാനേജർക്ക് നേരെ കയ്യേറ്റ ശ്രമം നടത്തുകയായിരുന്നു. ആദ്യം അദ്ദേഹത്തെ ഷർട്ടിനെ കുത്തിപ്പിടിക്കുകയും സീറ്റിൽ നിന്ന് എണീറ്റ് പോകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു. തുടർന്ന് ഇത് ഒളിച്ച് കരുതി അതിന്റെ അകത്ത് കടത്തിയ സ്റ്റൂൽ ഉപയോഗിച്ച് മാനേജറെ മർദ്ദിക്കാൻ ശ്രമിച്ചു. ഇത് തടയാനെത്തിയ ഗസ്റ്റ് ഹൗസ് ജീവനക്കാർക്ക് നേരെയും മർദ്ദനമുണ്ടായി. അതിനുശേഷം ഇവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട് റൂമിന് പുറത്തേക്ക് കടക്കുന്നതിന് ഗസ്റ്റ് ഹൗസ് മാനേജർ ശ്രമിച്ചു. ഇതും പ്രവർത്തകർ തടഞ്ഞു. ഇത് തടയാനെത്തിയ സ്ത്രീ ജീവനക്കാർ ഉൾപ്പെടെയുള്ള പ്രവർത്തകർക്ക് നേരെയും ആക്രമണമുണ്ടായി. ചൂൽ ഉപയോഗിച്ചാണ് ഇവരെല്ലാം മർദ്ദിച്ചത്. ഇതിൽ നേരിയ രീതിയിൽ തോതിലുള്ള സംഘർഷാവസ്ഥ തന്നെ അവിടെ ഉണ്ടായി. ഗസ്റ്റ് ഹൗസ് മാനേജർക്ക് നേരെ ആയിരുന്നു രൂക്ഷമായ ആക്രമണം ഉണ്ടായത്. സ്ത്രീ ജീവനക്കാർ ഉൾപ്പെടെ മർദ്ദിച്ച് അവശരാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഈ സമയത്ത് പോലീസോ ആരും തന്നെ സ്ഥലത്തുണ്ടായിരുന്നില്ല. ജീവനക്കാരും മാനേജറും മാത്രമാണ് ഉണ്ടായിരുന്നത്. മാനേജറുമായി ചെറിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടി ചുരുക്കം ചില പ്രവർത്തകർ എത്തുമെന്ന് അറിയിച്ചിരുന്നത് കരുതൽ നടപടികളൊന്നും തന്നെ സ്വീകരിച്ചിരുന്നില്ല. ഇത് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ചൂൽ ഉപയോഗിച്ച് ജീവനക്കാരികളെ മർദ്ദിക്കുന്ന അതിക്രൂരമായ ഒരു കാഴ്ചയാണ് ഗസ്റ്റ് ഹൗസിൽ കാണാൻ കഴിഞ്ഞത്. ചുരുക്കം ചില പ്രവർത്തകർ, പുരുഷ ജീവനക്കാർ മാത്രമാണ് ഓഫീസിൽ ഉണ്ടായിരുന്നത്. ഇവരും മാനേജറെ രക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും കഴിഞ്ഞില്ല. ഒടുവിൽ ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം മാനേജറെ തിരിച്ച് റൂമിൽ കൊണ്ട് ചെയറിൽ ഇരുത്തിയ ശേഷം മുദ്രാവാക്യ വിളികളുമായാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. അമൽ, ദളിത് മഹിളാ ഫെഡറേഷൻ പ്രവർത്തകർ കൊല്ലം ഗസ്റ്റ് ഹൗസ് മാനേജരെയും ജീവനക്കാരെയും കൈയേറ്റം ചെയ്തു. ഗസ്റ്റ് ഹൗസിലെ പട്ടികജാതിക്കാരിയായ ജീവനക്കാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ നടപടിയെടുത്തില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ആദ്യ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.